നമ്മളൊരു നോർമൽ പാൻറ് കട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി 2 നാപ്പാണ് നമ്മുടെ കയ്യിലുള്ള തുണി ഉള്ളത്. 2 മീറ്ററും 40 സെൻറ്റിമീറ്ററും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഇറക്കത്തിൽ വേണ്ടുന്ന ഇറക്കത്തിൽ കട്ട് ചെയ്തെടുക്കണം. തുണി കറക്റ്റായിട്ട് മടക്കിയിട്ടതിന് ശേഷം മടക്ക് ഭാഗം നമ്മുടെ ഫ്രണ്ടിൽ വരണം. അപ്പോൾ അതുപോലെ തന്നെ ഈ കാലിൻ്റെ ഭാഗത്ത് മടക്ക് വരണം. അപ്പോൾ മുകളിൽ നിന്ന് വേണം നമുക്ക് ഇറക്കം എടുക്കാനായിട്ട്. എന്നിട്ട് തുണിയുടെ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം. കട്ട് ചെയ്യാനായിട്ട് തുണി 2ആയിട്ട് മടക്കിയതിന് ശേഷം തുണിയുടെ ചീത്ത വശം ചേർത്ത് തുണിയുടെ ചീത്ത വശങ്ങൾ തമ്മിൽ ചേർത്ത് 2ആയിട്ട് മടക്കി വീണ്ടും അത് പകുതിയാക്കി നമുക്ക് 2 നാൽപ്പതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് 1.20 വെച്ച് മടക്കി കണ്ടോ. എന്നിട്ട് മടക്ക് ഭാഗം നമ്മുടെ സൈഡിൽ നിൽക്കണം. ഇവിടെ എന്നിട്ട് കറക്റ്റായിട്ട് ചുളിവില്ലാതെ തുണി കറക്റ്റായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇനി നമുക്ക് അളവ് പറയാം. വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി മടക്കി തയ്ക്കാനൊക്കെ എടുക്കുക. അത് നമുക്ക് വേണ്ടുന്ന ഇറക്കം 41ആണ്. 41-ന് 1-ന്ന് ഹിപ്പ് ഭാഗത്തെ ആ വണ്ണം പിന്നെ ബെൽറ്റ് ഭാഗത്തുള്ള നീളം കുറയ്ക്കണം. 41-ന്ന് ബെൽറ്റ് ഭാഗത്തെ നീളം 6 ഇഞ്ചാണ്. 41-ന്ന് 6 പോയാൽ 35 വരും. അപ്പോൾ നമുക്ക് ആദ്യം തുണി പിന്നെ 2ആയിട്ട് മടക്കി ഈ തുണി ഫുൾ വീതി എടുക്കുന്നത് കേട്ടോ. ഈ വീതി സൈഡിൽ പ്ലീറ്റ്സ് വരുമ്പോൾ നല്ല ഇതിൽ കിടന്നോളും. അപ്പം ഈ തുണിയുടെ ഫുള്ള് വീതിയായിട്ട് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടണം. 41ആണ്. അതിൽ നിന്ന് പിന്നെ ബെൽറ്റ് ഭാഗത്തെ 6 ഇഞ്ച് കുറച്ച് വരുമ്പോൾ 35 വരും. അപ്പം 35 മാർക്ക് ചെയ്യുക. പിന്നെ 2 ഇഞ്ച് കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാനായിട്ട്. അപ്പം 35-ഉം 2-ഉം 37. ഓക്കെ, എന്നിട്ട് കാലിൻ്റെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ ഇത് 6, 7, 8 ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ നമുക്ക് വേണ്ടുന്നത് 6 ഇഞ്ച്. 6 ഇഞ്ചാണ് വേണ്ടുന്നത്. 6, 7, 8 ഇങ്ങനെ എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ടുന്ന അനുസരിച്ച് എടുക്കണം. അപ്പം ഞാൻ 6 ഇഞ്ച് എടുത്ത് 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇവിടെ നിന്നിട്ട് 2 ഇഞ്ച് നമ്മൾ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് മൊത്തം 15 ഇഞ്ചാണ് സീറ്റിൻ്റെ ഇറക്കം വരുന്നത്. അപ്പം നമ്മൾ 6 മൈനസ് ചെയ്തല്ലോ, അതായത് ബെൽറ്റിൻ്റെ ആ 6 ഇവിടെ വെക്കുക. എന്താ എളുപ്പത്തിലാണ്. ഈ സീറ്റിൻ്റെ ഇറക്കം അല്ലെങ്കിൽ ക്രോച്ചിൽ എന്തെന്നൊക്കെ പറയുന്നത് 15 ഇഞ്ചാണ് ഇതിന് വേണ്ടത്. വലിയൊരു സൈസിന് വേണ്ടത് ഈ 41 ഇഞ്ച് ഇറക്കത്തിന് വലിയ സൈസാണ്, എക്സലാണ് കേട്ടോ. അപ്പോൾ അതിന് ക്രോച്ചിൽ എന്ത് വേണ്ടത് 45. അപ്പോൾ 6 ഇഞ്ച് ബെൽറ്റിൻ്റെ ഭാഗം കുറയ്ക്കണം. അപ്പോൾ 6 ഞാൻ ഇവിടെ വെച്ച് 6 ഇഞ്ച് ഇവിടെ വെച്ചതിന് ശേഷം മൊത്തം 15 മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനൊരു സ്കെയിലുണ്ടെങ്കിൽ എന്താ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. കാലിൻ്റെ അതേ ഷേപ്പിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം പറയാൻ വിട്ടുപോയത്, നമ്മൾ ഇവിടെ 6 ഇഞ്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം 15 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ക്രോച്ചിൻ്റെ ലെന്ത്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന് മുകളിലോട്ട് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് എടുക്കാം കണ്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കാലിൻ്റെ ഈ സ്കെയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ കാലിൻ്റെ ഷേപ്പ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നോക്കുക, ഇതേപോലെ നമ്മൾ വണ്ണം മാർക്ക് ചെയ്തെടുക്കുന്നില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് സ്കെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ കാൽവണ്ണം തയ്യത്തുമ്പോടെ കിടക്കുന്ന വേണ്ട ഇവിടെ
ഇങ്ങനെ വെച്ചിട്ട് ഈ തേപ്പിൻ്റെ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് കട്ടിയിലോട്ട് പോകാം. ആദ്യം നോക്കിയതിന് ശേഷം ഇവിടെ ഞാനിങ്ങനെ ചരിച്ച് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചരിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഞാൻ മടക്കി കറക്റ്റായിട്ട് മടക്കാനുള്ളത് വീതി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ആ ചരിക്കാതിരുന്ന് നമുക്ക് ഇവിടം വരെ എത്തത്തില്ല. ഇത്രയും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അവിടെ ചരിവ് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇവിടുത്തെ നമ്മൾ 7 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടൊരു ചരിവിൽ വെട്ടിയെടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ കാല് ഇതേപോലെ ഷേപ്പ് എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ക്രോച്ചിൻ്റെ ആ ഷേപ്പ് കൂടെ കട്ട് ചെയ്യാം കേട്ടോ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബെൽറ്റിൻ്റെ നീളമാണ് വേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബെൽറ്റ് എടുക്കാം. ബെൽറ്റ് എടുക്കുമ്പോൾ ഇതിൽ നമുക്ക് ആ ഫുൾ വീതി എടുത്ത് പൻ്റെ കാലിൻ്റെ ഭാഗം ഫുൾ വീതി എടുത്ത് ബെൽറ്റിൻ്റെ വീതി എടുക്കുമ്പം നമുക്ക് ഈ ഒരു പീസ് മതിയാവും. 42 ഇഞ്ചാണ് വേസ്റ്റ് ഭാഗത്തെ വണ്ണം വന്നിരിക്കുന്നത്. വേസ്റ്റ് ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് എത്ര? 42 ഇഞ്ച്. അപ്പം നമുക്ക് ഈ തുണിയിൽ നിന്ന് കട്ട് ചെയ്യാതെ ഈ ഒരു നീളത്തിൽ 42 കിട്ടുമെന്ന് നോക്കാം. ബെൽറ്റിൻ്റെ നീളം നമുക്ക് 41 വേണ്ടത് കണ്ടോ. അപ്പോൾ ഇത് തുണി മടക്കി ഇട്ടിട്ട് ഇവിടം വരെ വരുമ്പോൾ നമുക്ക് 21 വരുമ്പോൾ 42. ഇനി അവിടെ ലൂസ് വേണമല്ലോ, കറക്റ്റാണ് 42 വേസ്റ്റ് ഭാഗത്തെ വണ്ണം. ഇനി നമുക്കൊരു 6 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം, ലൂസ് കൂട്ടണം കേട്ടോ. അപ്പോൾ 1 2 3 അടിഭാഗത്തും ഉണ്ടല്ലോ. അപ്പം 1 ഇഞ്ച് തയ്യെടുത്തുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ബെൽറ്റിൻ്റെ നീളം എത്രയായിരുന്നു? 6. ബെൽറ്റ് വള്ളി ഇടാനായിട്ട് മടക്കി തയ്ക്കാനായിട്ട് 2 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 6 2 8 ഇഞ്ച്. അപ്പോൾ ഈ ഒരു പീസ് നമുക്കത് കിട്ടി. ജോയിൻ്റ് ഇല്ലാതെ ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ? 6 നമുക്ക് വേണ്ട. അതിന് വള്ളി ഇടാനായിട്ട് മടക്കി തയ്ക്കാനായിട്ട് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കും. അപ്പം ജോയിൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ തുണി കിട്ടും. ഇത്രയും തുണി നമുക്ക് ബാലൻസ് കിട്ടി. ഇത് നമുക്ക് എന്തെങ്കിലും തയ്ക്കാനെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തുണി രീതിയിൽ കറക്റ്റായിട്ട് മടക്കി ഇട്ടിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്താൽ ഇങ്ങനെ ബാലൻസ് തുണി ഉണ്ടാവും. അന്ന് എന്തെങ്കിലും ഉപയോഗപ്പെടുത്താം. ഓക്കെ, വേസ്റ്റായിട്ട് കളയരുത് കേട്ടോ. അപ്പം കറക്റ്റ് രീതിയിൽ വേണ്ടുന്നതനുസരിച്ച് വണ്ണത്തിൻ്റെയും നീളത്തിൻ്റെയും വേണ്ടുന്നതനുസരിച്ച് തുണി വെട്ടിയെടുക്കണം. ഇനി നമ്മൾ ഈ പാവം വെട്ടിയെടുത്തല്ലോ, കട്ട് ചെയ്തല്ലോ. ഇനി നമുക്ക് 42 നമ്മൾ 3 ഇഞ്ച് 6 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കും. മടക്കി കാല് നമ്മൾ വെട്ടിയ പാവം ഉണ്ടല്ലോ, നമ്മൾ പാൻറ്റ് വെട്ടിയല്ല. നമ്മൾ കറക്റ്റായിട്ട് പാൻറ്റിൻ്റെ കാൽഭാഗം വെട്ടി മുകളിലത്തെ ഭാഗം ഉണ്ട് ഉണ്ടോ, ഈ ലൂസായിട്ട് നിൽക്കുന്നതാണ്. ഇത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഉണ്ടോ, ഇതേപോലെ നിൽക്കും. നമുക്ക് എല്ലാവരും വെട്ടി നോക്കി
മനസ്സിലാക്കുക. വീഡിയോ കണ്ട് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കണം. ഓക്കെ, നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും വെട്ടി നോക്കണം, കട്ട് ചെയ്ത് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലോണം മനസ്സിലാക്കി ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിൽ സമാധാനത്തിൽ കണ്ടാൽ മതി. തിരക്ക് പിടിക്കാതെ പതുക്കെ കണ്ട് നോക്കി കട്ട് ചെയ്യണം. എന്നിട്ട് പതുക്കെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ.